തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ടണൽ ശുചീകരിക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ട്രെയിനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു എന്നത് റെയിൽവേ ഉറപ്പാക്കണം. അതേസമയം മാലിന്യ നീക്കത്തിന് സർക്കാരിനോട് റെയിൽവേ സഹായം അഭ്യർത്ഥിച്ചു. ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിന് സ്ഥിരം സമിതി രൂപീകരിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് ജോയിയുടെ മരണത്തിലേക്ക് എത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. മാലിന്യ നീക്കം സുഗമമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിപാടികൾക്കാണ് യോഗം രൂപം നൽകിയത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ 130 മീറ്റർ നീളമുള്ള ടണൽ ശരിയാക്കണമെന്ന് മുഖ്യമന്ത്രി റെയിൽവേയോട് ആവശ്യപ്പെട്ടു. ട്രെയിനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു എന്നത് റെയിൽവേ ഉറപ്പാക്കണം. അതേസമയം തോട് ശുചിയാക്കുന്നതിന് റെയിൽവേ സർക്കാരിനോട് സഹായം തേടി. ബണ്ട് കെട്ടി വെള്ളം റെയിൽവേ വറ്റിച്ചു നൽകും. ടണലിനുള്ളിലെ മാലിന്യം ഇറിഗേഷൻ വകുപ്പുമായി സഹകരിച്ച് നീക്കം ചെയ്യും. ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറെ സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. നഗരസഭ, റെയിൽവേ, ഇറിഗേഷൻ വകുപ്പ് പ്രതിനിധികൾ സമിതിയിൽ അംഗങ്ങളാകും. തോടിന്റെ 2 ഭാഗത്തുള്ള ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണി ഇറിഗേഷൻ വകുപ്പാകും നടത്തുക. 2000 മീറ്ററിൽ പുതുതായി സ്ഥാപിക്കേണ്ട ഫെൻസിംഗിന്റെ പണി ഉടൻ ആരംഭിക്കാനും തീരുമാനിച്ചു. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. 40 AI ക്യാമറകൾ സ്ഥാപിക്കും. ഇവയെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കും. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതടക്കമുള്ള കർശന നടപടികളാകും ഇനി സ്വീകരിക്കുക. ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം നൽകണമെന്ന് റെയിൽവേയോട് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് മറുപടി നൽകാമെന്ന് DRM മുഖ്യമന്ത്രിയെ അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.